ഇന്ന് നമ്മുടെ വീഡിയോയിൽ വളരെ പ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പഴയ ലൈറ്റ് ഫിക്സ്ചേഴ്സ്, പഴയ ലൈറ്റ് ലാമ്പുകളെ എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാം, ഇനി അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് അതുകൊണ്ട് ഉണ്ടാകാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ ലൈറ്റുകളും ഒരുപോലെയല്ല സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഓരോന്നിനും നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട മെത്തേഡുകൾ പലതരമാണ്. ഓരോ തരം ലൈറ്റുകളെ എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം ഇൻകാൻഡസെൻറ്റ് ബൾബ് അല്ലെങ്കിൽ ഹാലജൻ ബൾബ്സ്. ഹാലജൻ ബൾബ്, ഇൻകാൻഡസെൻറ്റ് ബൾബൊക്കെ വളരെ എളുപ്പത്തിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ലൈറ്റുകളാണ്. അതിൽ വേറെ പ്രത്യേകതരമായ കെമിക്കൽസോ അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ അത് പൊട്ടി എല്ലായിടത്തും ചിതറിക്കിടക്കാത്ത രീതിയിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രത്യേകമായ ഒരു കാര്യമുള്ളത്. ഗ്ലാസ്സുകൾ പൊട്ടി ചിതറിക്കിടക്കുന്ന രീതിയിലാണ് കിടക്കുന്നതെങ്കിൽ അത് പ്രത്യേക തരം കാർഡ്ബോർഡ് ബോക്സിലോ അല്ലെങ്കിൽ പേപ്പറിലോ പൊതിഞ്ഞ് നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ഈ ഗ്ലാസ്സൊക്കെ എടുക്കുന്ന സ്ക്രാപ്പ് ഡീലേഴ്സിനെ കണ്ടുപിടിച്ച് അവർക്കത് കൊടുക്കാവുന്നതാണ്. കെമിക്കലോ ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് ഈസി ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ലൈറ്റുകളാണ്. ഇനി LED ബൾബിനെ കുറിച്ച് പറയാം. LED ബൾബ്സ് എക്കോ ഫ്രണ്ട്ലിയാണ്, പക്ഷേ അതിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള കമ്പോണൻസുകൾ ഉള്ളതുകൊണ്ട് അത് വേസ്റ്റ് കാറ്റഗറിയിൽ പെടുന്നതാണ്. ഒത്തിരി വേസ്റ്റ് സ്ക്രാപ്പ് ഡീലേഴ്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തത് ലൈറ്റ് ഫിക്സ്ചേഴ്സിനെ കുറിച്ചാണ്. ലൈറ്റ് ഫിക്സ്ചേഴ്സ് ഇന്ന് പല തരത്തിൽ വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട്, മെറ്റാലിക്കിൽ വരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൽ തന്നെ ABS വരുന്നതുണ്ട്, പോളികാർബണേറ്റിൽ വരുന്നുണ്ട്, PVC വരുന്നതുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാവുന്നതാണ്. പല സ്ക്രാപ്പ് ഡീലേഴ്സ് ഇത് എടുക്കുന്നതാണ്, അവർക്കിത് റീസൈക്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് വേറെ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും വരുന്നില്ല. എന്നാൽ ഇത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാറ്റഗറിയിൽ വരുന്നത് CFL ആൻഡ് ഫ്ലൂറസെൻറ്റ് ലാംപ്സ്. CFL ഫ്ലൂറസെൻറ്റ് ലാമ്പുകൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട ഒരു ലൈറ്റിംഗ് ഉൽപ്പന്നമാണ്. സാധാരണയായി ഫ്ലൂറസെൻറ്റ് CFL ലാമ്പുകളിൽ മെർക്കുറി കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് വളരെയധികം ഹസാർഡസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ട്യൂബുകളോ CFL ഒക്കെ കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെക്കാറാണ് സാധാരണ പതിവ്. ചിലപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടാവാം. ഈ പൊട്ടുന്ന ട്യൂബുകളിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിലൊക്കെ ലീക്കായി വരുന്ന മെർക്കുറി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വരെ പ്രവേശിക്കാം. എങ്ങനെയാണെന്നറിയാമോ? ഫ്ലൂറസെൻറ്റ് ലാമ്പുകളിൽ നിന്ന് വരുന്ന മെർക്കുറി മഴയൊക്കെ പെയ്യുമ്പോൾ അത് മണ്ണിലേക്ക് വന്ന് ചേരുകയും ഈ മണ്ണിൽ ചേരുന്ന മെർക്കുറി നേരെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് വരികയും അത് നമ്മുടെ കിണറുകളിലും വന്ന് ചേരാനുള്ള ചാൻസുകളുണ്ട്. ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് മെർക്കുറി. വളരെ ചെറിയ അംശം വരെ നമ്മുടെ ബോഡിയിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് മെർക്കുറി. ഇത് സാധാരണ നമ്മൾ ചിലപ്പോൾ ലോക്കൽ സ്ക്രാപ്പ് ഡീലേഴ്സ് എടുക്കണം എന്ന് വരില്ല. ട്യൂബ് ലൈറ്റുകൾ, ഫ്ലൂറസെൻറ്റ് ലൈറ്റുകളൊക്കെ എടുക്കുന്ന ചില സ്ക്രാപ്പ് ഡീലേഴ്സുകൾ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരാം. ഫ്ലൂറസെൻറ്റ് ലാമ്പ്, CFL ലാംപ്സുകളൊക്കെ സ്ക്രാപ്പായിട്ട് എടുക്കുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. അതിന് നമ്മളൊരു എമൗണ്ട് അങ്ങോട്ട് പേ ചെയ്തിട്ടാണ് സാധാരണ ഇത്തരം ലൈറ്റുകൾ എടുക്കാറുള്ളത്. എന്നാൽ ഇത് നമ്മൾ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് സ്ക്രാപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അല്ലെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന എഫക്ട്സുകൾ ഈ ചെറിയ എമൗണ്ട് കൊടുക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കാം. മെർക്കുറി നമ്മുടെ ബോഡിയിലേക്ക് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരെ ക്രിയേറ്റ് ചെയ്യാം. ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് വരെ നമുക്ക് നമ്മുടെ ബോഡിയിൽ വരാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ടിപ്പും കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലൂറസെൻറ്റ് അല്ലെങ്കിൽ CFL ലാമ്പുകൾ എപ്പോഴെങ്കിലും അബദ്ധവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിയെന്നിരിക്കട്ടെ, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ കയ്യിലെ ഗ്ലൗസോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫ്രാഗ്മെൻറ്റ്സുകളെല്ലാം പറക്കിയിടുകയും ടിഷ്യൂ പേപ്പറോ ടവലോ യൂസ് ചെയ്തിട്ട് അവിടെ വീണിരിക്കുന്ന വസ്തുക്കളെ എല്ലാം തുടച്ചെടുക്കുന്നതും ഒരു നല്ല മെത്തേഡാണ്. എന്നാൽ അത് വാക്യൂം ക്ലീനർ യൂസ് ചെയ്തിട്ട് വലിച്ചെടുക്കുന്ന മെത്തേഡുകൾ ഏറ്റവും ഡേഞ്ചറസ് ആണ്. കാരണം ഈ വാക്യൂം ക്ലീനർ വലിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള മെർക്കുറി വേപ്പേഴ്സ് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസുകൾ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.